എല്ലാ കാലഘട്ടത്തിലും നിനക്ക് ഉറപ്പ് ലഭിക്കാൻ ഒരു വചനഭാഗം ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഇസഹാക്ക് അപ്പനോട് ചോദിക്കുക, അപ്പ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള സകല സന്നാഹങ്ങളും നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട്, എന്നാൽ യാഗമൃഗം എവിടെ? അബ്രഹാം എന്ന് പറയുന്ന പിതാവിൻ്റെ അകത്തളത്തിൽ അറിയാം ആരാണ് യാഗവസ്തു എന്ന്. പക്ഷേ ദൈവശബ്ദം കാതിൽ കേട്ട് ഇറങ്ങിത്തിരിച്ച് ഇത്രയും നാൾ ദൈവത്തോട് കൂടെ നടന്ന ആ അപ്പൻ വിശ്വാസത്തോടെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, യഹോവ കരുതിക്കൊള്ളും, യഹോവ ഈരെ. പ്രിയ ദൈവവൈതലേ, ഇന്നിൻ്റെ വിഷയത്തിനകത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ നാളെയുടെ നീളയിൽ എന്തായി തീരും എന്നുള്ള ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് എങ്കിൽ നിൻ്റെ തലമുറയോട് ഒന്ന് വിളിച്ചു പറ, യഹോവ ഈരെ. എടാ, ദൈവം നിൻ്റെ കാര്യം നോക്കിക്കോളും. ഇന്ന് വിശ്വാസത്തോടുകൂടി നീയും അത് ഏറ്റെടുക്കുക. ആ വിശ്വാസത്തോടെ നിൻ്റെ തലമുറയ്ക്ക് ഈ വാക്ക് പറഞ്ഞു കൊടുക്കുക, കുഞ്ഞെ, നിൻ്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. ആ യഥാർത്ഥ വിശ്വാസത്തിനകത്ത് നീ ചുവട് വെക്കുന്നു എങ്കിൽ നിശ്ചയമായും ആ ദൈവം നിന്നെ കൈവിടുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ വിളിച്ച് പറയുന്നത്, നിന്നെ ദൈവം ആ ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കുന്നു. പ്രിയരെ, നാം അങ്ങനെ തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ പൂർണ്ണമായും തകർത്ത് കളയുവാൻ പിശാച് വന്ന് യേശുവിനോട് അനുവാദം ചോദിച്ചു. എന്തിനു വേണ്ടി? യേശു അവിടെ നിൽക്കുന്നത് കൊണ്ട്, യേശു പത്രോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും പത്രോസിനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ അനുവദിക്കത്തില്ല. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവപൈതലാണ് നാം. അതുകൊണ്ട് തന്നെ നിന്നെ തകർത്ത് കളയുവാൻ ദുഷ്ടൻ്റെ കരത്തിൽ എൻ്റെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ വിശ്വാസത്തോടെ മുമ്പോട്ട് ചുവടുവെക്ക്. നീ ഒരു പരാജയം ആകത്തില്ല. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.